ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ആവോലി ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 700 ഗ്രാമിൻ്റെ ആവോലിയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു ടിഷ്യൂ വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ആദ്യം ഒപ്പിയെടുക്കുകയാണ്. ഇനി മസാലയൊക്കെ ഒന്ന് അകത്ത് പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ആദ്യം തടവി കൊടുക്കുകയാണ്. പിന്നെ നല്ലോണം ഉപ്പൊന്നും ചേർക്കരുത്, കുറച്ചൊന്ന് ഉപ്പ് വിതറിക്കൊടുത്ത് ആദ്യം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇനി ഈ ഫിഷിലേക്കുള്ള മസാല റെഡിയാക്കണം. ഇതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ അറബിക് മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഉപ്പ് കൂടിയുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 ഗാർലിക്കാണ്. 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫിഷിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് മുഴുവനും ആകുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. അകത്തും അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതാ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഗ്രിൽ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിലുള്ള മസാലയൊക്കെ ഒന്ന് മുഴുവനും ഇതിൻ്റെ മേലെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തേച്ച് കൊടുക്കാം. ഇനിതാ ഈ പാൻ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ഗ്രിൽ പാനാണ്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ഒന്നും യൂസ് ആക്കിയിട്ടില്ല. ഞാൻ സ്പൂൺ വെച്ച് തന്നെയാണ് ഇത് തിരിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഇതിൻ്റെ സ്പൂണിലുള്ള മസാലയൊക്കെ ഇതിൻ്റെ മേലെ തന്നെ ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഈ മസാലയാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും കളയാൻ തോന്നില്ല, അത്ര ടേസ്റ്റാണ് ഈ മസാലയ്ക്ക്. അപ്പോൾ ഫിഷ് തിരിച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇതായി കാണും. നമ്മുടെ ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഈ പാനിലുള്ള മസാലയൊക്കെ ഇതിൻ്റെ സൈഡ് ഇട്ട് കൊടുക്കണം. അങ്ങനെ യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.